I am Vijay Nair, former officer Food Corporation of India. Current affairs in the പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അതിനു മുമ്പായിട്ട് ഇത് 2025 ജാനുവരി 1 ആണ്. എല്ലാവർക്കും ഒരു പ്രോസ്പെറസ് ആയിട്ടുള്ള ഒരു ന്യൂ ഇയർ ആശംസിക്കുന്നു. എനിക്കും നിങ്ങൾക്കും ഈ വർഷം ഏറ്റവും മികച്ചതായിരിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഞാനൊരു ഈശ്വര വിശ്വാസിയാണ്, അതുകൊണ്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അതുപോലെ ഞാൻ കറണ്ട് അഫയേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഈ മാക്സിമം നമ്പർ ഓഫ് ഡേയ്സ് എനിക്ക് പറ്റുന്ന ദിവസങ്ങളിലെല്ലാം കറണ്ട് അഫയേഴ്സ് ഞാൻ എടുക്കും. ഞാൻ മനഃപൂർവ്വം ഒന്നും സ്കിപ്പ് ആവുന്നില്ല. പിന്നെ ചിലപ്പോഴത്തേക്ക് ഈ വ്യൂവർഷിപ്പ് കാണുമ്പോൾ എനിക്ക് ചിലപ്പോൾ ഇത് ചെയ്യാനുള്ളൊരു നമുക്കൊരു ഇൻസെന്റീവ് ഇതിന്ന് യൂട്യൂബിൽ നിന്ന് പൈസ ആഗ്രഹിച്ചുകൊണ്ടല്ല, അറ്റ്ലീസ്റ്റ് 250 to 300 സ്റ്റുഡൻസ് കാണുമ്പോഴേ നമുക്കിതൊരു എന്തെങ്കിലും ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നും. ചില ദിവസങ്ങളിൽ ആ നമ്പർ വളരെ കുറയുമ്പോഴത്തേക്കാണ് എനിക്ക് പിന്നെ ചിലപ്പോൾ അടുത്ത ദിവസം ചെയ്യേണ്ടെന്ന് തോന്നുന്നത്. ഓക്കെ, സ്റ്റിൽ ഞാൻ ആ ഒരു ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഇനി 100 ആൾക്കാരാണ് അത് കാണുന്നതെങ്കിലും ചെയ്യും. പക്ഷെ ഇതില് ഞാനിപ്പോ ഈ UPSC ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ ഇത് കണ്ടുകൊണ്ടിരുന്നതുകൊണ്ട് ആ പോയിന്റ് ഓഫ് വ്യൂ കൂടെ ഇതിന്റെ അകത്ത് കൊണ്ടുവന്നാണ് ഈ കറണ്ട് അഫയേഴ്സ് ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇനി ഈ രാവിലെ ഞാനിപ്പോ റെക്കോർഡ് ചെയ്യുന്നത്, ഇപ്പൊ രാവിലെയാണ് ഞാൻ റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുന്നത്. ഇപ്പൊ 7:45 ആണ് ഇപ്പോഴത്തെ ടൈം എന്ന് പറയുന്നത്. രാവിലെ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ ബാങ്ക്, SSC, റെയിൽവേ, ഇൻഷുറൻസ് അതുപോലുള്ള എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായിരിക്കും ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ. അപ്പം ആ രീതിയിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ അവർക്ക് അത്ര ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് കാര്യങ്ങളൊന്നും വേണ്ടാത്തതുകൊണ്ട്. പക്ഷേ ഞാൻ ഈവനിങ്ങിൽ വേറൊരു വീഡിയോ, അത് ഇപ്പോഴല്ല, ഒരു 1 വീക്ക്, ഒരു 10 days ആയി കഴിയുമ്പോഴായിരിക്കും ആ ഒരു മോഡലിലേക്ക് പോകാൻ വന്നത്. അപ്പം ഞാൻ വേറൊരു വീഡിയോ കൂടെ പ്രിപ്പയർ ചെയ്യും. ആ വീഡിയോ വേറൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്തായിരിക്കും എടുക്കുന്നത്. അത് പക്ക UPSC പോയിന്റ് ഓഫ് വ്യൂലായിരിക്കും. അതിൽ ഒരു 5 or 6 ടോപ്പിക്സ് ഡെയിലി ഹിന്ദു ന്യൂസ് പേപ്പറിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ് ന്യൂസ് പേപ്പറിൽ നിന്നൊക്കെ സെലക്ട് ചെയ്തിട്ട് അതിൽ ഒരു 3 ടോപ്പിക്സ് സിവിൽ സർവീസിന്റെ മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂലും ഒരു 3-4 ടോപ്പിക്ക് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ. അങ്ങനെയാണ് സാധാരണ UPSC റിലേറ്റഡ് ആയിട്ടുള്ള യൂട്യൂബ് ചാനൽസ് എല്ലാം കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതേപോലെ ചെയ്യാൻ വേണ്ടി ഞാൻ പുതിയൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, എക്സ്ക്ലൂസീവ്ലി ഫോർ UPSC ആസ്പിരൻസ്. ആൻഡ് that യൂട്യൂബ് ചാനൽ വിൽ ബി ക്രിയേറ്റഡ് ഓൺലി ആഫ്റ്റർ 2 weeks, 10 days അല്ലെങ്കിൽ 2 weeks. അപ്പോഴായിരിക്കും ആ രീതിയിലാവുന്ന. അപ്പം ഈ പക്കായിട്ട് മോർണിംഗിൽ ഞാൻ എടുക്കുന്ന കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് ബാക്കിയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരിക്കും, SSCയും ബാങ്കും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടായിരിക്കും. അപ്പം എനിക്കപ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും കാര്യങ്ങൾ. എനിക്കിപ്പോൾ UPSCക്കാർക്ക് ആ ഒരു പോയിന്റ് ഓഫ് വ്യൂല് പക്കായിട്ട് ഡിസ്കസ് ചെയ്ത് കൊടുക്കാൻ എനിക്ക് കഴിയുന്നില്ല എന്നൊരു വിഷമം എൻ്റെ മനസ്സിൽ കഴിഞ്ഞാൽ കുറച്ച് കാലം കൊണ്ടേ ഉണ്ട്. അതുകൊണ്ടാണ് അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ അപ്പോൾ കുറച്ച് കൂടുതൽ കഷ്ടപ്പെടേണ്ടി വരും. 2 വീഡിയോ എടുക്കേണ്ടി വരും, 2 ചാനലാക്കി മാറ്റേണ്ടി വരും. അതങ്ങനെ ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ആദ്യത്തെ ന്യൂസ്, BRN expresses regret for violence in Manipur. That there is no need for further explanation in this news, because you all know that for the last 1.5 years Manipur is burning because of the conflict between Kuki community and Meitei community. And this Chief Minister Biren Singh belongs to majority community Meitei. And he is expressing regret for the past 1.5 years violence in Manipur. അപ്പം അദ്ദേഹം പറയുന്നു, പാസ്റ്റ് ഈസ് പാസ്റ്റ്, നമുക്കൊരു ന്യൂ ബിഗിനിങ്, പുതിയ ഇയർ ആണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരു പ്രോസ്പെറസ് ആയിട്ടുള്ള മണിപ്പൂർ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാം എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഇൻകോമ്പീറ്റന്റ് ആയിട്ടുള്ള ഒരു ചീഫ് മിനിസ്റ്റർ ആണ്. ദാറ്റ് ഈസ് വെരി മച്ച് ക്ലിയർ ബിക്കോസ് ഓഫ് ഹിസ് ആക്ഷൻസ് ആൻഡ് ബിക്കോസ് ഓഫ് ഹിസ് ആക്ഷൻസ് ഡ്യൂറിംഗ് ദ ലാസ്റ്റ് 1.5 years. അതിൽ നമുക്കത് എവിഡന്റ് ആണ്. പക്ഷെ സ്റ്റിൽ ഒരാള്, എസ്പെഷ്യലി കോൺസ്റ്റിറ്റ്യൂഷണലി, ഹി ഈസ് ദ മോസ്റ്റ് പവർഫുൾ മാൻ ഇൻ മണിപ്പൂർ. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു സജഷൻ വരുമ്പോൾ ഓൾ റൈറ്റ് മൈൻഡഡ് പേഴ്സൺസ് ഷുഡ് ലിസൺ ടു ദാറ്റ് വോയിസ് ആൻഡ് ആക്ട് അക്കോർഡിംഗ്ലി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് അങ്ങനെ റൈറ്റ് തിങ്കിങ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരും പറയുള്ളൂ. അപ്പൊ അതാണ് ആദ്യത്തെ ന്യൂസ്. അതിൽ വേറെ ഒന്നും ഫർദർ ഡിസ്കസ് ചെയ്യാനില്ല. പിന്നെ കോർട്ട് ഗീവ്സ് പഞ്ചാബ് 3 more days on farm protest. That also I discussed yesterday. ഈ ഒരു ഇഷ്യൂ കാണുമ്പോൾ ഇങ്ങനെയാണ്. ഇതൊരു ഫാമർ ലീഡർ ആണ്. പുള്ളിയുടെ പേരൊന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പുള്ളി ഫാസ്റ്റിംഗ് അൺ ടു ഡെത്ത് എന്ന് ഡിക്ലെയർ ചെയ്ത് ഫാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പഞ്ചാബില്. വാട്ട് ദ ഫാമേഴ്സ് want is the legal assurance for MSP, minimum support price. What is MSP, what is CCA, what is CACP, everything I discussed in yesterday's video. If somebody missed that video, you go to that video that is available in YouTube, and you can understand what is minimum support price, what is CCA, what is CACP, Commission for Agriculture Cost and Pricing. അതെല്ലാം ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു ഇത് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇതുപോലൊരു സംഭവം 1950s ബിഗിനിങ്ങിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന സ്റ്റേറ്റ് ലിംഗ്വിസ്റ്റിക് ബേസിസിൽ ക്രിയേറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോറ്റി ശ്രീരാമലു എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഫാസ്റ്റിംഗ് നടത്തി. സെൻട്രൽ ഗവൺമെന്റ്, അന്ന് ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ, അദ്ദേഹം അതിന് വലിയ ശ്രദ്ധ കൊടുത്തില്ല. ബട്ട് ഇൻ ദ എൻഡ് ഹി ഡൈഡ്. ബട്ട്
that created big problem for the government of India, and government of India was forced to create the first linguistic state of India, that is Andhra. That happened in 1953, I think. അപ്പോൾ സിമിലർ ഡിമാൻഡ്സ് ഇന്ത്യയിലെ മറ്റ് പല പ്രദേശങ്ങളിൽ നിന്ന് വന്നു. അത് പിന്നെ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷന്റെ ഫോമിങ്ങിന് കാരണമായി. ഫസൽ അലിയുടെ നേതൃത്വത്തിൽ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മിറ്റി വന്നു. HN കുൻസ്രുവും KM പണിക്കരും അതിലെ മെമ്പേഴ്സ് ആയിരുന്നു. സോ based on the recommendation of the state reorganization commission under Fasal Ali, linguistic states were formed in India in 1956 November 1st. Kerala was also one among the first linguistic based states in India as per the recommendation of the Fasal Ali committee, state reorganization commission chairman Fasal Ali committee recommendation basically കേരളവും അന്ന് ഒരു 1956 നവംബർ 1 ഇന്ത്യയിലെ ലിംഗ്വിസ്റ്റിക് ബേസിൽ ഫോം ചെയ്യപ്പെട്ട സ്റ്റേറ്റ് ആയിട്ട് മാറി. പക്ഷേ ലിംഗ്വിസ്റ്റിക് ബേസിൽ ഫോം ചെയ്യപ്പെടുന്ന ആദ്യത്തെ സ്റ്റേറ്റ് ആയിട്ട് മാറുന്നത് ആന്ധ്രയാണ്. അങ്ങനെ ആന്ധ്ര ക്രിയേറ്റ് ചെയ്യപ്പെടാനുള്ള കാരണം പോട്ടി ശ്രീരാമലുവിന്റെ ഫാസ്റ്റിങ്ങും അദ്ദേഹത്തിന്റെ ഡെത്തുമാണ്. ഇതേപോലെ ചിലപ്പോൾ ഈ പുള്ളിയുടെ ഹെൽത്ത് വളരെ ഡിറ്റീറിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സുപ്രീം കോടതി അങ്ങേർക്ക് മെഡിക്കൽ എയ്ഡ് കൊടുക്കാൻ പഞ്ചാബ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആവശ്യപ്പെട്ടിട്ട് പഞ്ചാബ് സ്റ്റേറ്റ് ഗവൺമെന്റ് പറഞ്ഞത് അത് പറ്റുന്നില്ല, ഫാമേഴ്സ് അങ്ങോട്ട് കടത്തി വിടുന്നില്ലെന്നൊക്കെയാണ്, ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നൊക്കെയാണ്. വാട്ട് എവർ ഇറ്റ് മേ ബി, ദാറ്റ് ഈസ് ദ സെക്കൻഡ് ബിഗ്ഗസ്റ്റ് ന്യൂസ് ഇൻ ദ ഹിന്ദു ന്യൂസ് പേപ്പർ ഓഫ് ടുഡേ. ഓക്കെ, പിന്നെ താഴോട്ട് വരുമ്പോൾ ലോക്കൽ ന്യൂസ് ആണ്. പിന്നെ ഏറ്റവും താഴെയുള്ള ന്യൂസ് ഈ ലോക്കൽ ന്യൂസ് ആണെങ്കിലും ഇറ്റ് ഹാസ് എ നാഷണൽ ഇമ്പോർട്ടൻസ് because an Indian citizen, Nimisha Priya from Kerala, is facing death penalty in Yemen. Yemen's Houthi leadership actually gave permission to execute Nimisha Priya for murder. അവരുടെ കൊളീഗിനെ ആരെയും കണ്ട ഒരു മർഡർ നടത്തുന്ന പറഞ്ഞത്. അതിന്റെ പേരിലാണ് ഈ എക്സിക്യൂഷൻ. അതിന്റെ നെക്സ്റ്റ് മന്തിൽ എക്സിക്യൂഷൻ നടക്കുന്ന പറഞ്ഞത്. ബട്ട് ഇന്ത്യ ഗവൺമെന്റ് ഈസ് ഫേസിംഗ് എ ലോട്ട് ഓഫ് ഡിഫിക്കൽട്ടീസ് to solve this issue diplomatically because Yemen is part of Yemen is being ruled by Houthi rebels. Actually Houthi rebels എന്ന് പറയുന്നത് ഒരു ലെജിറ്റിമേറ്റ് ഗവൺമെന്റ് അല്ല അവിടെ. And India is not having any diplomatic relationship with Houthis. Houthis ആണ് യമന്റെ ക്യാപിറ്റലായ സനയെ കൺട്രോൾ ചെയ്യുന്നത്. ബട്ട് there is another hope that India can resolve this problem through Iran because Iran is the backers of Houthis. ഇറാനുമായിട്ട് ഇന്ത്യക്ക് വളരെ നല്ല റിലേഷൻഷിപ്പ് ഉണ്ട്. അതൊരു നല്ല ഓപ്ഷൻ ആണ്. I don't know how the government of India is going to operate to solve this problem. ഇന്ത്യയുടെ സിറ്റിസന്റെ ഡെത്ത് അവോയ്ഡ് ചെയ്യേണ്ടത് ഇന്ത്യയുടെ ആവശ്യമാണ്. അപ്പൊ ഇങ്ങനൊരു വിഷയം ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ യമൻ നിങ്ങൾക്ക് അറിയാം, യമനിൽ ഇപ്പൊ ഇസ്രായേൽ അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹൂത്തീസിന് അഗേൻസ്റ്റ് ആയിട്ട്. ഹൂത്തീസ് എന്ന് പറഞ്ഞാൽ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ് ഇസ്രായേൽ പോറ്റി വളർത്തുന്ന 4-5 സംഘടനകളുണ്ട്. ഹമാസ്, ഹിസ്ബുള്ള, ഇസ്ലാമിക് ജിഹാദ്, ഹൂത്തീസ്, എവറിത്തിങ് കംസ് അണ്ടർ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് ബാക്ക്ഡ് ബൈ ഇറാൻ. ഓക്കെ, അപ്പൊ അതാണ് വേറൊരു കാര്യം. പിന്നെ നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ സ്റ്റേറ്റ്സ് പേജ് ആണ്. സ്റ്റേറ്റ്സ് പേജില് Patnaik targets Odisha government. Naveen Patnaik നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. He is not the chief minister of Odisha now. I think he is the opposition leader of Odisha. But Naveen Patnaik's importance in India is he is one of the longest serving chief ministers of India. The longest serving chief minister of India is Pawan Chamling. Pawan Chamling is the longest serving chief minister of India. He was the chief minister of Sikkim and he ruled Sikkim for 25 years. And that's why Pawan Chamling got the record of the longest serving chief minister of India. And the second longest serving chief minister of India is Naveen Patnaik. അദ്ദേഹം ഒഡീഷയെ അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് 4-5 തവണ ഭരിച്ച ലീഡറാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇവിടെ സിദ്ധരാമയ്യയുടെ ഫോട്ടോ കാണാം. സിദ്ധരാമയ്യ കർണാടകത്തിന്റെ ചീഫ് മിനിസ്റ്റർ ആണ്. പിന്നെ ഗുജറാത്ത് IMA ഓപ്പോസസ് മിക്സോപ്പതി. IMA എന്താണ്? ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, ഡോക്ടേഴ്സിന്റെ സംഘടനയാണ് IMA. മിക്സോപ്പതി എന്ന് പറഞ്ഞാൽ വേറൊന്നും അല്ല, നമ്മളുടെ അലോപ്പതിയോട് ചേർത്ത് ആയുർവേദവും ഹോമിയോയും ഒക്കെ ഒരുമിച്ച് പേഷ്യൻസിൽ പ്രയോഗിക്കുന്ന ഒരു പരിപാടിയാണ്. അതായത് പേഷ്യന്റിന് ട്രീറ്റ്മെന്റിൽ സാധാരണ നമ്മളിപ്പം നമുക്കൊരു അസുഖം നമ്മളൊരു ഗവൺമെന്റ് ഹോസ്പിറ്റലോ പ്രൈവറ്റ് ഹോസ്പിറ്റലോടെ പോയാൽ they will give you allopathy medicine. In majority of the cases, if we go to an Ayurveda hospital, they will give you Ayurveda medicine. അല്ലേ? പക്ഷേ അലോപ്പതി മെഡിസിൻ ആണ് മെജോറിറ്റി കേസിൽ നമ്മൾ എടുക്കുന്നത്. പക്ഷേ ഈ അലോപ്പതി മെഡിസിനൊപ്പം ആയുർവേദയും ഹോമിയോയും ഒക്കെ മിക്സ് ചെയ്ത് കൊടുക്കുന്ന പരിപാടിക്കാണ്
മിക്സോപ്പതി എന്ന് പറയുന്നത് ഇത് ഗുജറാത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോയാണ്. പക്ഷെ അതിന് IMA ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഒപ്പോസ് ചെയ്തേക്കുന്നു. ഓക്കെ, പിന്നെ ഹരിയാന ഗവർണറിന്റെയും ചീഫ് മിനിസ്റ്ററിന്റെയും പേര് ഇവിടെയുണ്ട്. ഹരിയാനയുടെ ഗവർണർ ബന്ദാരു ദത്താത്രേയാണ്. ആരാണ്? ബന്ദാരു ദത്താത്രേയ. ബന്ദാരു ദത്താത്രേയ, ഗവർണർ ഓഫ് ഹരിയാന. ആൻഡ് ചീഫ് മിനിസ്റ്റർ ഓഫ് ഹരിയാന, യു ഓൾ നോ നയാബ് സിംഗ് സേനി ഇസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് ഹരിയാന. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഹരിയാനയുടെ ചീഫ് മിനിസ്റ്റർ ആണ് നയാബ് സിംഗ് സേനി. നിതീഷ് കുമാർ ബീഹാറിന്റെ ചീഫ് മിനിസ്റ്റർ. ബീഹാറിന്റെ ന്യൂ ഗവർണർ Arif Muhammad Khan. Arif Muhammad Khan was the former governor of Kerala and he is transferred to Bihar recently. Now he took charge as the new chief minister of Bihar. Okay, Arif Muhammad Khan. അതും പഠിച്ചു വെച്ചേക്കാം. പിന്നെ നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ റീകൺസിഡർ പ്ലാൻ ടു ഡിസ്പോസ് ടോക്സിക് വേസ്റ്റ് ഇൻ പിതാംപൂർ, ഇൻഡോർ മേയർ. അതും ഞാൻ ഡിസ്കസ് ചെയ്തതാണ് യെസ്റ്റർഡേ. 1984 യൂണിയൻ കാർബൈഡ് ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റർ, അതിനെ കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. ഇൻഡിപെൻഡന്റ് ഇന്ത്യയുടെ ഹിസ്റ്ററിയിലെ മോസ്റ്റ് ട്രാജിക് ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റർ ഈസ് ദ ഗ്യാസ് ലീക്കേജ് ഫ്രം യൂണിയൻ കാർബൈഡ് ഫാക്ടറി ഇൻ ഭോപ്പാൽ. അത് 1984 കഴിഞ്ഞത്. നൗ ഇറ്റ് ഈസ് 2025. ഓൾമോസ്റ്റ് 41 years have passed after the disaster, ഈ ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റർ. പക്ഷേ ഇപ്പോഴും അവിടുത്തെ ടോക്സിക് വേസ്റ്റ് ഒന്നും അവിടെ നിന്ന് റിമൂവ് ചെയ്തില്ലായിരുന്നു. ഈ ഇടയ്ക്ക് അവിടെ നിന്ന് വേസ്റ്റ് റിമൂവ് ചെയ്യാനുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്ത് പീതാംപൂരിലേക്ക്. ദാറ്റ് ഈസ് ഓൾസോ ഇൻ മധ്യപ്രദേശ്. പക്ഷേ അത് ഇൻഡോറിനടുത്താണ്. അപ്പൊ പീതാംപൂരിലുള്ള ആൾക്കാരും ഇൻഡോറിലുള്ള ആൾക്കാരും കൂടെ അതിനെതിരെ അഗൈൻസ്റ്റ് ആയിട്ട് പ്രൊട്ടസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇൻഡോറിനെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. ഇൻഡോർ ഈസ് ദ ക്ലീനസ്റ്റ് സിറ്റി ഇൻ ഇന്ത്യ ആസ് പെർ ദ സ്വച്ഛ് സർവേക്ഷൻ സർവേ. സ്വച്ഛ് സർവേക്ഷൻ സർവേ ഇസ് ദ സർവേ വിച്ച് ഈസ് കണ്ടക്ടിങ് ഓൾ ഓവർ ഇന്ത്യ ടു ഫൈൻഡ് ഔട്ട് ദ ക്ലീനസ്റ്റ് സിറ്റീസ് ഇൻ ഇന്ത്യ. അപ്പൊ അതിന്റെ സർവേയിൽ ദ മോസ്റ്റ് ക്ലീനസ്റ്റ് സിറ്റി ഇൻ ഇന്ത്യ ഇസ് ഇൻഡോർ ആൻഡ് സെക്കൻഡ് ക്ലീനസ്റ്റ് സിറ്റി ഇൻ ഇന്ത്യ ഇസ് ഭോപ്പാൽ. ക്ലീനസ്റ്റ് സിറ്റി ഏതാണ്? ഇൻഡോർ ആണ്. അപ്പൊ ആ ഇൻഡോറിന്റെ അടുത്താണ് ഈ ഡിസ്പോസൽ നടക്കാൻ പോകണം. അപ്പൊ അവരത് സഹിക്കൂലല്ലോ, അവർ ക്ലീനസ്റ്റ് സിറ്റി ആയിട്ട് ഇട്ടേക്കുന്ന ഒരു സ്ഥലമാണ്. പിന്നെ നെക്സ്റ്റ് പേജ് ഒന്നും പറയാനില്ല. അതിനടുത്ത പേജ് ഒന്നും പറയാനില്ല. അതിന്റെ അടുത്ത പേജ് പോകുമ്പോൾ എഡിറ്റോറിയൽ പേജ് ആണ്. ഫസ്റ്റ് എഡിറ്റോറിയൽ ലേണിംഗ് ലെസൺസ് എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ആക്ച്വലി ഇതിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനുള്ള കാര്യങ്ങളും എനിക്ക് അറിയത്തില്ല. കാരണം എന്ന് വെച്ചാൽ എയർക്രാഫ്റ്റ് സേഫ്റ്റിയുമായിട്ടും എയർ സേഫ്റ്റി ആയിട്ടൊക്കെ ബന്ധപ്പെട്ട കുറെ വിഷയങ്ങൾ അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. എനിക്ക് അതിന്റെ പെരിഫറൽ ആയിട്ടുള്ള മാറ്ററേ അറിയാവുള്ളൂ. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സൗത്ത് കൊറിയയിലെ ഒരു പ്ലെയിൻ സുവർണഭൂമി ഇന്റർനാഷണൽ എയർപോർട്ട്, ദാറ്റ് എയർപോർട്ട് ഈസ് ഇൻ ബാങ്കോക്ക് ഈസ് ഇൻ തായ്ലൻഡ് ക്യാപിറ്റൽ ഈസ് ബാങ്കോക്ക്. അവിടെ നിന്ന് പറന്നു പൊങ്ങുന്നു. ആ പറന്നു പൊങ്ങിയ പ്ലെയിൻ സൗത്ത് കൊറിയയിലെ ഒരു എയർപോർട്ടിൽ, ആ എയർപോർട്ടിന്റെ പേര് ഇവിടെ ഉണ്ട്, മ്യുവാൻ എന്ന് പറഞ്ഞ എയർപോർട്ട്, മ്യുവാൻ എയർപോർട്ടിൽ ലാൻഡിങ് സമയത്ത് തകർന്നു വീഴുന്നു. ലാൻഡിങ് സമയത്ത് ലാൻഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ലാൻഡിങ് റൺവേയിൽ നിന്ന് തെന്നി മാറി ഒരു കോൺക്രീറ്റ് വാളില് ഹിറ്റ് ചെയ്തു. ആ പ്ലെയിൻ ക്രാഷ് ആവുന്നു. around 179 passengers were died. Only 2 passengers were able to evacuate successfully from the plane. അപ്പൊ 2 പേര് മാത്രം രക്ഷപ്പെട്ടു. അപ്പൊ ഇത് അവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ലോ കോസ്റ്റ് എയർലൈൻ ആയ ജെജു എന്ന് പറഞ്ഞ എയർലൈൻ്റെ പ്ലെയിൻ ആയിരുന്നു. അത് ബോയിങ്ങിന്റെ 737 എന്ന് പറഞ്ഞ പ്ലെയിൻ ആണ്. ബോയിങ് 737-800 എന്ന് പറഞ്ഞ പ്ലെയിൻ ആണ്. ഓൾറെഡി ബോയിങ് 737 പ്ലെയിൻ ഈസ് ഫേസിംഗ് സിവിയർ ക്രിറ്റിസിസം ഡ്യൂ ടു സെക്യൂരിറ്റി ലാപ്സസ്, സേഫ്റ്റി ഇഷ്യൂസ് ആൻഡ് ഓൾ ഓവർ ദ വേൾഡ്. പല രാജ്യങ്ങളും ഈ പറഞ്ഞ പ്ലെയിൻ ഇടയ്ക്ക് വെച്ച് ഗ്രൗണ്ട് ചെയ്തിരുന്നൊക്കെയാണ്. പിന്നെ അപ്പം ബോയിങ്ങിന് മൊത്തത്തിൽ ഈ ഒരു പ്ലെയിനിന്റെ പേരിൽ ഒരുപാട് ക്രിറ്റിസിസം കഴിഞ്ഞ കുറച്ചു കാലത്തിനകത്ത് ലോകത്ത് നേരിട്ടതാണ്. ഇപ്പൊ ബോയിങ്ങിന്റെ ഷെയർ ഒക്കെ ഇന്നലെ ഭയങ്കരമായിട്ട് ഇടിഞ്ഞു. ബോയിങ് ഈസ് ആൻ അമേരിക്കൻ എയർക്രാഫ്റ്റ് മാനുഫാക്ചർ. ബോയിങ് ആൻഡ് എയർബസ് ആർ ദ ലാർജസ്റ്റ് എയർക്രാഫ്റ്റ് മാനുഫാക്ചറേഴ്സ് ഇൻ ദ വേൾഡ്. ബോയിങ് ഈസ് ആൻ അമേരിക്കൻ കമ്പനി ആൻഡ് എയർബസ് ഈസ് എ ഫ്രഞ്ച് കമ്പനി. ഓക്കെ, ബോയിങ് അമേരിക്കൻ കമ്പനി ആയിരിക്കുമ്പോൾ ഫ്രഞ്ച് കമ്പനിയാണ് എയർബസ് എന്ന് പറയുന്നത്. ഇവർ രണ്ടുപേരും ലോകത്തിലെ ഏറ്റവും വലിയ എയർക്രാഫ്റ്റ് മാനുഫാക്ചറേഴ്സ്. അപ്പൊ ബോയിങ്ങിന്റെ ഇന്നലെ ഷെയർ മാർക്കറ്റിൽ ഷെയർ വാല്യൂ ഒക്കെ ഭയങ്കരമായിട്ട് ഇടിയൊക്കെ ചെയ്തു. അപ്പൊ എന്തായാലും ലാൻഡിംഗ് സമയത്ത് പക്ഷി ഇടിച്ചതാണെന്നാണ് പറയപ്പെടുന്നത് ലാൻഡിംഗ് ഗിയറിൽ. അപ്പൊ അത് പൂർണ്ണമായിട്ട് അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്തി അതിന്റെ കാരണങ്ങളൊന്നും വെളിയിൽ വന്നിട്ടില്ല. അപ്പം തിരുവനന്തപുരം എയർപോർട്ടും പേടിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ പ്ലെയിൻ
ഇതിന് ആക്ച്വലി ഈ പറഞ്ഞ മുവാൻ എയർപോർട്ടുമായിട്ട് ഭയങ്കര സിമിലാരിറ്റി ഉള്ള എയർപോർട്ടാണ് തിരുവനന്തപുരം എയർപോർട്ട്. ഈ മുവാൻ എയർപോർട്ടും കോസ്റ്റൽ ഏരിയയുടെ അടുത്ത് കിടക്കുന്ന എയർപോർട്ടാണ് തിരുവനന്തപുരം എയർപോർട്ട്. അതുപോലെ നിങ്ങൾക്കറിയാം ശംഖുമുഖം കടലിന്റെ സൈഡിലാണ് കിടക്കുന്ന പക്ഷികളുടെ വലിയ ശല്യമാണ് ഈ പറഞ്ഞ കോസ്റ്റൽ ഏരിയയുടെയും കൂടെ സമീപത്തായതുകൊണ്ട് ഈ ബേഡ് ഹിറ്റിംഗ് ഒക്കെ പലപ്പോഴും ട്രിവാൻഡ്രം എയർപോർട്ടിലും പ്ലെയിനുകൾക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അടിയന്തരമായിട്ട് DGCA, ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ, ഈ കാര്യങ്ങളിൽ വലിയ ശ്രദ്ധ പതിപ്പിക്കണം. നോട്ട് ഓൺലി ട്രിവാൻഡ്രം എയർപോർട്ട്, ഐ തിങ്ക് മെനി ഇന്ത്യൻ എയർപോർട്ട്സ് ആർ വെരി മച്ച് ക്ലോസ് ടു കോസ്റ്റൽ ഏരിയ ആൻഡ് ഓൾ. അപ്പൊ അവിടെ എല്ലാം ഈ ബേഡ് ഹിറ്റിംഗ് പ്രോബ്ലം ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യയിൽ പല എയർപോർട്ടുകളിലും അങ്ങനെയുള്ള ഇൻസിഡൻസ് ഉണ്ടാവാറുമുണ്ട്. അപ്പൊ എന്തായാലും ഇപ്പൊ ഇത് ഇനിയിപ്പം അമേരിക്കയുടെ FAA എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ഫെഡറൽ ഏവിയേഷൻ ICAO എന്ന് പറയുന്ന ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ. അവരാണ് വേൾഡിലെ ഈ സിവിൽ ഏവിയേഷന്റെ സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്ന സംഘടനയാണ് ICAO, ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ. ഇന്ത്യയിൽ അതിന് സമാനമായിട്ടുള്ള ഓർഗനൈസേഷൻ DGCA ആണ്, ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ, അത് ഇന്ത്യയിൽ. അതുപോലെ അമേരിക്കയുടെ ഒരു സംഭവമുണ്ട് FAA, ഫെഡറൽ ഏവിയേഷൻ സംതിങ് എന്നാണ്. അപ്പൊ അവര് അതുപോലെ സൗത്ത് കൊറിയയുടെ ഏവിയേഷനുമായിട്ട് ബന്ധപ്പെട്ട സേഫ്റ്റി മെഷേഴ്സ് എടുക്കുന്ന ഒരു സംഘടന ഉണ്ട്. അതിന്റെ പേര് അതൊന്നും കാണാനും പഠിച്ചാലും കുഴപ്പമില്ല, ഇവിടെ ഉണ്ടത്. അവര് പിന്നെ ബോയിങ്, ഇവരെല്ലാരും കൂടെ ചേർന്നുള്ള ഇതിന്റെ എക്സാക്ട് ആയിട്ടുള്ള റീസൺസ് മനസ്സിലാക്കാനുള്ള ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്താൻ പോയാണ്. അതൊക്കെയാണ് ഈ ഫസ്റ്റ് എഡിറ്റോറിയൽ പറയുന്നത്. അതിന് അപ്പുറത്ത് കുറച്ച് ടെക്നിക്കൽ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഈ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നുണ്ട്. അതിനെ കുറിച്ച് കൂടുതൽ പറയാൻ എനിക്ക് അറിയത്തില്ല, നിങ്ങൾ വായിച്ച് മനസ്സിലാവുന്നതിന് മനസ്സിലാക്കിക്കോളുക. പക്ഷെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോയാലും കുഴപ്പമൊന്നുമില്ല. ഇനി സ്റ്റേ ഔട്ട് എന്ന് പറഞ്ഞ എഡിറ്റോറിയലുണ്ട്. ഇത് ജോർജിയ എന്ന് പറയുന്ന കൺട്രിയെ കുറിച്ചാണ്. ജോർജിയ ഈസ് എ ഫോമർ സോവിയറ്റ് യൂണിയൻ നേഷൻ. Actually, it was a part of Soviet Union, and once Soviet Union collapsed, Georgia got independence, and after that, Georgia and Russia is having a sour relationship, not a very good relationship. In 2008, Russia attacked Georgia, and that attack lasted for around 5 days, and in that 5 days war, Russia won against Georgia. അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ട് ഈ പറഞ്ഞ ഫോർമർ സോവിയറ്റ് നേഷന്. പക്ഷെ ഇപ്പൊ ജോർജിയയില് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ജോർജിയയുടെ ഭരണം ഒരു പാർട്ടിക്കാണ്. ആ പാർട്ടിയുടെ പേര് ഇവിടെ ഉണ്ട്, ഒരു സംതിങ് ഡ്രീംസ് പാർട്ടി എന്നാണ്. ജോർജിയൻ ഡ്രീം പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടിയുടെ കയ്യിലാണ്. ആക്ച്വലി ജോർജിയൻ ഡ്രീം പാർട്ടി എന്ന് പറഞ്ഞ സംഭവം സ്റ്റാർട്ട് ചെയ്തത് ഒരു ബില്യണറാണ്. ആ ബില്യണറിന്റെ പേരൊക്കെ എൻ്റെ അകത്തുണ്ട്. ആ ബില്യണർ റഷ്യയിലാണ് അയാളുടെ ബിസിനസ് എല്ലാം. ബില്യണർ എന്ന് പറയുമ്പോൾ കോടീശ്വരനായിരിക്കും, അയാളുടെ ബിസിനസ് എല്ലാം റഷ്യയിലാണ്. അതുകൊണ്ട് തന്നെ ഹീസ് എ പ്രോ റഷ്യൻ മാൻ. അപ്പൊ അദ്ദേഹത്തിന്റെ പാർട്ടി, ഈ ജോർജിയൻ ഡ്രീം പാർട്ടി അവിടെ അധികാരത്തിൽ വന്നതിന് ശേഷം പതിയെ റഷ്യ അനുകൂല നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. ബട്ട് ദ പ്രിഡോമിനന്റ് പോപ്പുലേഷൻ ഓഫ് ജോർജിയ ഈസ് നോട്ട് ഇൻ ഫേവർ ഓഫ് റഷ്യ ബിക്കോസ് ഓഫ് ദ ഫാക്ട് ദാറ്റ് റഷ്യ അറ്റാക്ട് ജോർജിയ ഇൻ 2008. ആൻഡ് റഷ്യക്കാർ ഒരുപാട് പേര് ജോർജിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം റഷ്യക്കാരെ കൊണ്ട് ജോർജിയക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെന്നും ജോർജിയയുടെ ഡെമോഗ്രാഫിക് കംപ്ലീറ്റ് ചേഞ്ച് ആവുന്നുള്ള പേടിയൊക്കെ ഉണ്ട്. ദാറ്റ്സ് വേ. അത് മാത്രമല്ല, യൂറോപ്യൻ യൂണിയൻ ആൻഡ് US ഈസ് ഓൾസോ ഫ്യൂവലിംഗ് hatred against Russians. That was a tactic used by Russia and European Union in Ukraine also. That is why Ukraine and Russia now engaging in war, and Ukraine is suffering because of this war. അവര് യൂറോപ്യൻ യൂണിയനെയും US-നെയൊക്കെ ബിലീവ് ചെയ്തിട്ട് ഈ റഷ്യക്കെതിരെ ഹേട്രഡിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. ഇതേപോലെയാണ് ജോർജിയയിലെ predominant population is against Russians. Around 80% of the population is against Russians, and Georgian people, majority of the Georgian people wants to join EU, European Unionil join ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നു. And last year, European Union gave in principle approval for the entry of Georgia into EU. പക്ഷേ അവിടുത്തെ ഈ ഡ്രീംസ് പാർട്ടി ഇപ്പൊ 3-4 വർഷത്തേക്ക് യൂറോപ്യൻ യൂണിയനിൽ ജോയിൻ ചെയ്തില്ല തീരുമാനിച്ചു. അവര് പതുക്കെ റഷ്യയായിട്ട് അടുക്കാനുള്ള ഇതിലാണ്. പക്ഷെ അവിടുത്തെ ജനങ്ങളുടെ സപ്പോർട്ടില്ല, അവിടുത്തെ പാർട്ടിയുടെ സപ്പോർട്ടുള്ള. പാർട്ടിയുടെ സപ്പോർട്ട് ഉണ്ടാവാൻ കാരണം എന്താണ് ഞാൻ പറഞ്ഞത്. പാർട്ടിയുടെ ഫൗണ്ടർ ഈസ് എ ബില്യണർ ആൻഡ് he made his fortune in Russia only. That's why he wants to please Russian rulers, especially വ്ളാഡിമിർ പുടിൻ. മനസ്സിലായോ?
അപ്പൊ അതാണ് ഇതിന്റെ ഫാക്ട്. അപ്പൊ ഒരാളുടെ അല്ലെങ്കിൽ അവിടുത്തെ ഒരു പാർട്ടി ലീഡർഷിപ്പിന്റെ താല്പര്യം കൊണ്ട് അവിടുത്തെ ജനങ്ങളുടെ വില്ലിന് അഗേൻസ്റ്റ് ആയിട്ട് രാജ്യം പോകുന്നു. ഇപ്പൊ യൂറോപ്യൻ യൂണിയനിൽ മെമ്പർഷിപ്പ് എടുക്കണം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. നാറ്റോയിൽ മെമ്പർഷിപ്പ് എടുക്കണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. മനസ്സിലായോ? അപ്പോ അവിടെ ഇപ്പൊ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടന്നു. ദാറ്റ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ വാസ് മോസ്റ്റ്ലി റിഗ്ഡ് എന്നാണ് ഒപ്പോസിഷൻ ആൻഡ് US യൂറോപ്യൻ യൂണിയൻ ഓൾ ആർ alleging that the recent election conducted in Georgia was mostly rigged, and the party which is in power for the last many years, Georgian Dream Party, won there, and their new new president took leadership of Georgia. പക്ഷേ അവിടുത്തെ ജനങ്ങൾ ടോട്ടലി ഇപ്പം ആ പാർട്ടിക്കും ആ പ്രസിഡന്റിനും ഒക്കെ എഗെയിൻസ്റ്റ് ആണ്. അപ്പൊ അതൊക്കെ ആ വിഷയങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത്. പക്ഷേ കൂടുതൽ റഷ്യയെ പിണക്കി മുമ്പോട്ട് പോയ ഈ പറഞ്ഞതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക, യുക്രൈനെ പോലെ അവിടെ വെറുതെ ജോർജിയക്ക് അനുഭവിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നത് വേറൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ഇതാണ് സെക്കൻഡ് എഡിറ്റോറിയൽ. പക്ഷെ ഇതും ഒരു ജോർജിയ അത്ര ഭയങ്കര കോൺസിക്വൻഷ്യൽ ആയിട്ടുള്ള ഒരു കൺട്രി ഒന്നും അല്ല. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ഒന്നുമല്ല. പക്ഷെ വി ഹാവ് ടു റീഡ് എഡിറ്റോറിയൽസ്. ദാറ്റ്സ് വൈ ഐ ഡിസ്കസ് ദിസ്. അപ്പൊ നിങ്ങൾ ഇന്ന് ഈ 2 എഡിറ്റോറിയൽസ് നന്നായിട്ട് വായിക്കുക. പിന്നെ ഈ COP29 ക്ലൈമറ്റ് ഫിനാൻസിനെ കുറിച്ച് ആൻഡ് ഇറ്റ്സ് ഒപ്റ്റിക്കൽ ഇല്യൂഷൻ എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ ഉണ്ട്. അത് ഞാൻ പലതവണ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങളുടെ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പൊ അസർബൈജാനിലെ ബാക്കുവിൽ വെച്ച് COP29 സമ്മിറ്റ് നടന്നു. ആ COP29 സമ്മിറ്റിന്റെ മെയിൻ ഇന്റൻഷൻ വാസ് ടു എന്ന് പറഞ്ഞാൽ ഈ ഡെവലപ്പിംഗ് വേൾഡ് ഇൻക്ലൂഡിങ് ഇന്ത്യക്ക് ഫണ്ടിങ് കൊടുക്കുക ടു മിറ്റിഗേറ്റ് ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഫക്ട്സ്, ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വേഴ്സ് ഇഫക്ട്സ് മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫണ്ടിങ് കൊടുക്കുക. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിരുന്ന എമൗണ്ട് എനിക്ക് തോന്നുന്നു അറൌണ്ട് $1.3 ട്രില്യൺ കണ്ടാണ് ഈ ഡെവലപ്പിംഗ് വേൾഡ്. പക്ഷേ ഡെവലപ്ഡ് വേൾഡ് only $300 billion they promised to give developing world for mitigating these climate related ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സ്. അവർ $1.3 ട്രില്യൺ ആവശ്യപ്പെട്ടപ്പോൾ ഡെവലപ്പിംഗ് വേൾഡ് ആവശ്യപ്പെട്ടപ്പോൾ വെറും $300 billion ആണ് കൊടുക്കാമെന്ന് സമ്മതിച്ചാൽ ഡെവലപ്ഡ് വേൾഡ് അപ് ടു 2035 വരെ. അപ്പം ആ ഒരു ഈ പറഞ്ഞ ഫണ്ടിങ്ങിന്റെ ഇൻഎഡ്യൂക്കേസിയെ കുറിച്ചും ഇന്ത്യ ഈ ഒരു COP29 സമ്മിറ്റിൽ എടുത്ത നിലപാടുകളെ കുറിച്ചും ഒക്കെയാണ് ഈ ആർട്ടിക്കിളിൽ പറഞ്ഞത്. ആക്ച്വലി ഈ ആർട്ടിക്കിൾ പലതവണ അന്ന് ഈ ബാക്കുവിൽ ഈ പറഞ്ഞ UNFCCCയുടെ സമ്മിറ്റ് COP29 സമ്മിറ്റ് ലാസ്റ്റ് COP29 സമ്മിറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിനെക്കുറിച്ചുള്ള കണ്ടിന്യൂസ് ആർട്ടിക്കിൾസ് വന്നതാണ്. ആ സെയിം കണ്ടന്റ് തന്നെയാണ് ഇത് വീണ്ടും എഴുതിയേക്കുന്നത്. അങ്ങനെ ഒരു ആർട്ടിക്കിളിന്റെ ആവശ്യം എന്തായിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സെയിം കണ്ടന്റ് ഉള്ള പല ആർട്ടിക്കിൾസ് ഹിന്ദുവിൽ ഓൾറെഡി കഴിഞ്ഞ മാസമൊക്കെ വന്നതാണ്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു ആർട്ടിക്കിൾ, അത് വേണമെങ്കിൽ നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. നേച്ചർ ഓഫ് ഡിസെന്റ് ഇൻ ദ ഇന്ത്യൻ ജുഡീഷ്യറി. ഇന്ത്യയുടെ ജുഡീഷ്യറിക്കകത്ത് ജഡ്ജിമാർക്ക് ഡിസെന്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. എങ്ങനെയുള്ള ഡിസെന്റ്? ഒരു ജഡ്ജ്മെന്റ് പറയുമ്പോൾ ഡിസെന്റ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരു ജഡ്ജ്മെന്റ് പറയുമ്പോൾ അതല്ലേ 5 ജഡ്ജിമാരുണ്ടെങ്കിൽ 3 ജഡ്ജിമാര് അനുകൂലിച്ച് വിധിക്കും, 2 ജഡ്ജിമാരെ എതിർത്ത് വിധിക്കും. ബട്ട് സ്റ്റിൽ വാട്ട് വിൽ ബി ദ വേർഡിക്ട്? മെജോറിറ്റി വേർഡിക്ട്. ഇഫ് ഇൻ എ ബെഞ്ച് there are 5 judges and 3 judges are giving a judgment and 2 judges are differing from that judgment, then also the judgment will be out and that judgment will be the majority judgment given by that 3 judges. അവരായിരുന്നല്ലോ മെജോറിറ്റി. അതാണ് ഇന്ത്യയുടെ സിസ്റ്റം. അപ്പൊ 2 പേര് ഡിഫർ ചെയ്യത്തില്ലേ, അതിനാണ് ഡിസെന്റ് എന്ന് പറയുന്നത്. അല്ലാതെ ചുമ്മാ ഈ സിസ്റ്റത്തിനെതിരെയുള്ള പ്രൊട്ടസ്റ്റ് ഉണ്ടല്ലോ, അതിനാണ് ഡിസെന്റ്. അതിനാണ് കോമൺലി നമ്മൾ ഡിസെന്റ്, എസ്പെഷ്യലി ഡെമോക്രസിയിൽ ഡിസെന്റ് അലൗഡ് ആണ്. ഡെമോക്രസിയിൽ ഇഫ് it is an autocracy, that dissent will not be allowed. In China, it is an autocracy, communist autocracy. In China, dissent is not allowed. In North Korea, dissent is not allowed. In Russia, up to an extent, dissent is not allowed. Even if Russia is behaving like a democracy, it is an autocracy. That's why in Russia also dissent is not allowed. But in India, USA, Britain, dissent is allowed because all these countries are democratic countries. So inside democracies, dissent is very common. പക്ഷെ ആ ഡിസെന്റ് അല്ല ഈ ജഡ്ജിമാരുടെ ഡിസെന്റ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഒരു വിധി പറയുമ്പോൾ ആ വിധിയിൽ വിയോജിക്കാനുള്ള അവകാശമുണ്ട്. ആ വിയോജിപ്പും വിധി ആയിക്കൊള്ളണമെന്നില്ല. വിധി ആയിക്കൊള്ളണമെന്നില്ലാത്ത എന്താണ്? 1-2 ജഡ്ജിമാർ വിയോജിച്ചു, ഡിസെന്റ് ചെയ്തു, ബട്ട് മെജോറിറ്റി അതിന് അനുകൂലമായിട്ട് വിധിച്ചു. എന്ത് വിധി ആയിക്കോട്ടെ, അപ്പൊ ആ മെജോറിറ്റിയുടെ ഒപ്പീനിയൻ ആയിരിക്കും
ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കേസസ് ഒക്കെ തന്ന് എക്സാമ്പിൾ ഒക്കെ തന്ന് എങ്ങനെയാണ് ഇന്റലക്ച്വൽ ഡിസെന്റ് ഉണ്ട്. ഇന്റലക്ച്വൽ ഡിസെന്റ് എന്ന് പറയുന്ന സംഭവം എന്താണ് എല്ലാം എൻ്റെ അത് കൊടുത്തിട്ടുണ്ട്. അപ്പം വേണമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ. പിന്നെ അതിൽ താഴെ ഫോമർ പ്രൈം മിനിസ്റ്റേഴ്സ് മാൻഡേറ്റഡ് മെമ്മോറിയൽസ് എന്നൊരു ആർട്ടിക്കിൾ ഇവിടെ കാണാം. ഫോമർ പ്രൈം ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ വരാൻ കാരണം എന്തായിരിക്കും എന്നൊക്കെ അറിയാം. മൻമോഹൻ സിംഗ് recently passed away and some controversies erupted because his burial, his cremation was happened in Nigambodh Ghat. Nigambodh Ghat is a public crematorium. It is not a crematorium for VIP persons like former Prime Minister of India Manmohan Singh. Appo BJP മൻമോഹൻ സിംഗിനെ ഡിസ്റെസ്പെക്ട് ചെയ്തെന്ന് കോൺഗ്രസിന് അവരാണ് ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന BJP അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണമൊക്കെ ഉന്നയിച്ചു. അപ്പൊ അടിസ്ഥാനത്തിലുള്ള ഈ ആർട്ടിക്കിൾ, ഈ മെമ്മോറിയൽസ് എന്ന് പറയുന്ന സംഭവം ഫോമർ പ്രൈം മിനിസ്റ്റേഴ്സിന് എൻടൈറ്റിൽഡ് ആണോ എന്നാണ്. എൻടൈറ്റിൽഡ് ഒന്നും അല്ല. കാരണം അങ്ങനെ ഒരു റൂൾ ഇല്ല ഇന്ത്യയിൽ. അവർക്ക് മെമ്മോറിയൽ ഉണ്ടാക്കണം, അവർക്ക് ബറിയൽ അല്ലെങ്കിൽ അവരുടെ ക്രമേഷൻ ഇന്ന പ്ലേസിൽ നടത്തണം എന്നൊന്നും ഇല്ല എന്നാണ് ഈ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ബട്ട് സ്റ്റിൽ അവരൊക്കെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഗ്രേറ്റ് സർവീസ് ചെയ്ത ഹ്യൂമൻ ബീങ്സ് ആയതുകൊണ്ട് they should be given the proper respect. That is എന്താ പറയുക, courtesy. അതുകൊണ്ട് അങ്ങനെ ചെയ്യണമെന്നാണ്. അല്ലാതെ അങ്ങനെ റൂളൊന്നുമില്ല. അതൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഇപ്പൊ പല പ്രൈം മിനിസ്റ്റേഴ്സിന്റെയും റെസ്റ്റിംഗ് പ്ലേസസും ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റുവിന്റെ ശാന്തിവൻ, ഇത് PSC ഒക്കെ ചോദിക്കുന്ന അല്ലെങ്കിൽ SSC ചോദിക്കുക. ജവഹർലാൽ നെഹ്റുവിന്റെ സമാധി സ്ഥലത്തിന്റെ പേര് ശാന്തിവൻ എന്നാണ്. ശാന്തിവൻ. ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ മെമ്മോറിയലിന്റെ പേര് വിജയ് ഘട്ട് എന്നാണ്. ചരൺ സിംഗ്, ഫോമർ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ആൻഡ് ഹിസ് Samadhi Sthal is known as Kisan Ghat. Charan Singh is a prime minister who hailed from a Kisan family, famous family. That's why he is also known as famous prime minister. And his birthday is also being celebrated in India as Farmers' Day. December 23 is the birth anniversary of birthday of Charan Singh. That is Farmers' Day in India because he hailed from a ഫാമേഴ്സ് ഫാമിലി. അപ്പം അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സമാധി സ്ഥലത്തിന്റെ പേര് കിസാൻ ഘട്ട് എന്നാണ്. അതുപോലെ ഇന്ദിരാഗാന്ധിയുടെ സമാധി സ്ഥലത്തിന്റെ പേര് ശക്തി സ്ഥൽ എന്നാണ്. രാജീവ് ഗാന്ധിയുടെ സമാധി സ്ഥലത്തിന്റെ പേര് വീരഭൂമി എന്നാണ്. വീരഭൂമി. അപ്പൊ അതൊക്കെയാണ്. അപ്പൊ അതിലെല്ലാരും കൊടുത്തിട്ടില്ല. അപ്പൊ കൊടുത്തിട്ടുള്ളവരുടെ പേരൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അതൊക്കെ അതിലുണ്ട്. ഓക്കെ, അത് നിങ്ങൾ വായിച്ചു നോക്കുക. പിന്നെ ഈ പേജിൽ വരുമ്പോ ക്വാഡിനെ കുറിച്ചൊരു ന്യൂസ് കാണാം. ക്വാഡ് എല്ലാവർക്കും അറിയാലോ. ക്വാഡ്രിലാറ്ററൽ, ഇന്ത്യ, USA, ഓസ്ട്രേലിയ ആൻഡ് ജപ്പാൻ. ദാറ്റ് ഈസ് ക്വാഡ്രിലാറ്ററൽ. ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ആക്ച്വലി to make a rule-based order in Indo-Pacific region. This group is formed എന്നാണ് ഇന്ത്യയുടെ ഒഫീഷ്യൽ ഭാഷ്യം. പക്ഷേ China is telling that it is Asian version of NATO. It is an Asian version of NATO. What is NATO? NATO is North Atlantic Treaty Organization. That is an organization controlled by United States of America, and it is a military alliance. And China is feeling that this code is an Asian version of NATO. That is to defend the defend rising China മിലിറ്ററിലി അല്ലെങ്കിൽ റൈസിങ് ചൈനയെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മിലിറ്ററി അലയൻസ് പോലെയാണ് ഈ ക്വാഡ് എന്നാണ് ചൈന പറയുന്നത്. പക്ഷെ അത് ഈ ക്വാഡ് ഇതൊരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഓക്കെ, ക്വാഡ് ഗ്രൂപ്പിലുള്ള രാജ്യങ്ങൾ അങ്ങനെ പറയാറില്ല. ഓക്കെ, പിന്നെ മണിപ്പൂരിലേക്ക് പ്രശ്നങ്ങളെ കുറിച്ചും ഒക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. വേറെ ഒന്നും പറയാനില്ല അവിടെ. പിന്നെ ജയശങ്കർ in Doha for talks to prepare Qatari emir's visit. ഇടയ്ക്ക് വെച്ച് ഇന്ത്യയിലെ 8 ഫോമർ നേവൽ ഓഫീസേഴ്സിന് ഖത്തറില് വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു, എക്സിക്യൂഷന്. ബട്ട് ഓൾ ദോസ് നേവൽ ഓഫീസേഴ്സ് വെയർ ഫ്രീഡ് ആഫ്റ്റർ ഖത്തർ എമിർ ഗിവ് ദം പാർഡൺ. ഖത്തറിന്റെ രാജാവിന് ഖത്തർ എമിർ എന്നാണ് പറയുന്നത്. ഖത്തർ എമിറിന്റെ പേര് ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനി എന്നാണ്. ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനി. He will visit India soon for making a ground for his visit to India. Indian Foreign Minister Jayashankar is now visiting Qatar and he is going to visit Qatar Prime Minister also. ഖത്തറിന്റെ പ്രൈം മിനിസ്റ്റർ വേറെ ആളാണ്. ഖത്തറിന്റെ എമിറിന്റെ പേരാണ് ഞാൻ ഇപ്പം പറഞ്ഞത്.
Sheikh Tamim bin Hamad Al Thani, and India is extending friendship to all Gulf region countries. അതിൽ UAE പ്രൈം മിനിസ്റ്റർ കഴിഞ്ഞ മാസം ഇന്ത്യ വിസിറ്റ് ചെയ്തായിരുന്നു. ബഹ്റിനിൽ ജയശങ്കർ ഇപ്പോൾ വിസിറ്റ് നടത്തി. സൗദി ആയിട്ട് ഇന്ത്യ വളരെ നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞു. കുവൈറ്റ്, ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി this month visited Kuwait. So all these nations are Gulf nations. So India is making a very, very strong relationship with all of these Gulf nations. That is the content of this news. Okay. And Iran ഈ ഗ്രൂപ്പിലുള്ളത് അല്ലെങ്കിലും ഇറാൻ ഒരു ഷിയ മുസ്ലിം രാജ്യമാണെങ്കിൽ ഏതാണ്ട് ആ റീജിയനിൽ വരുന്ന ഒരു പേർഷ്യ എന്ന് പഴയ അറിയപ്പെട്ട ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ ഇന്ന് ഇന്ത്യയിലേക്ക് വരികയാണ്. അപ്പൊ അങ്ങനെ അറബ് നേഷൻസ് ആയിട്ട് എല്ലാവരുമായിട്ട് ഇന്ത്യ വലിയ ബന്ധം സ്ഥാപിക്കുകയാണ്. അത് സ്ഥാപിച്ചു കഴിഞ്ഞു, സ്ഥാപിക്കുകയാണ്, നല്ല പണ്ടേ ആണ്, ഇപ്പൊ കൂടുതൽ സ്ട്രോങ് ആക്കുന്നതേ ഉള്ളൂ. പിന്നെ വേറെ ഒന്നും അവിടെ പറയാനില്ല. നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ കുംഭമേളയെ കുറിച്ചുള്ള ന്യൂസ് എന്നുകൊണ്ട് ഇപ്പം കുംഭമേളയെ കുറിച്ച് ഞാൻ ഒന്നും പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാം, ഞാൻ പലതവണ പറഞ്ഞതാണ്. പിന്നെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ് എന്താണ് ISROയുടെ ലോഞ്ചിങ്. ഇന്നലെ നമ്മൾ നടത്തിയ ഡോക്കിങ്ങിന് വേണ്ടി നടത്തിയ ഒരു ലോഞ്ചിങ്ങിനെ കുറിച്ച് സ്പേഡെക്സ് എന്ന് പറയുന്ന മിഷനെ കുറിച്ചൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്തില്ല, സ്പേഡെക്സ് മിഷനെ കുറിച്ചൊക്കെ. പക്ഷെ അതുകൊണ്ട് ഞാൻ അതൊന്നും ഡിസ്കസ് ചെയ്തില്ല. ഇൻസ്പേസ് എന്ന് പറയുന്ന ഓർഗനൈസേഷനെ കുറിച്ചാണ് ഞാൻ ഇതിൽ ഡിസ്കസ് ചെയ്തത്. ഇൻസ്പേസ് എന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സെന്റൻസ് തന്നെ ഇൻസ്പേസിനെ കുറിച്ചാണ്. ഇൻസ്പേസ് Indian National Space Promotion and Authorization Center, Indian National Space Promotion and Authorization Center, and its abbreviation is InSpace. Recently only Government of India formed this InSpace, and their duty is to give a level playing field to private entrepreneurs and startup, and to build a startup ecosystem in the field of space technology, because space was previously a monopoly of ISRO, Indian Space Research Organization. That is a public sector institution. So there was no private investment in the field of space. I think there was no foreign direct investment also in the field of space. But recently, Government of India decided to open up the space sector also for investment by private players, especially foreign direct investment also allowed in the field of space. So Government of India formed a new organization in space. It is acting as a regulator and as a facilitator in the field of space. So that is InSpace, Indian National Space Promotion and Authorization Center. You should understand its role. Okay. പിന്നെ നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ അതെല്ലാ ആഴ്ച എല്ലാ മാസവും നമ്മൾ പറയുന്നതാണ്. കോർ സെക്ടർ ഇൻഡസ്ട്രീസ്. എവറി മന്ത് Government of India calculate the performance of core sector industries. Core sector industries are 8 in number. They are steel, cement, electricity, coal, crude oil, natural gas, fertilizers and refinery products. Steel, cement, electricity, coal, crude oil, natural gas, fertilizers and refinery products. So 8 sectors are core sectors. So Government of India every month calculate the performance of core sector industries out of IIP, Index of Industrial Production. Index of Industrial Production is another indicator of India's industrial performance. That is for calculation of all മൊത്തം ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെയും പെർഫോമൻസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് IIP, ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഉപയോഗിക്കുന്നത്. ഔട്ട് ഓഫ് ദിസ് ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ 40% കോൺട്രിബ്യൂഷൻ കംസ് ഫ്രം ദീസ് 8 ഇൻഡസ്ട്രീസ്, കോർ സെക്ടർ ഇൻഡസ്ട്രീസ്. അപ്പൊ മൊത്തം IIPയുടെ 40% കോൺട്രിബ്യൂഷൻ വരുന്ന 8 സെക്ടേഴ്സ് ആണ് ഈ കോർ സെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെയാണ്. പിന്നെ ക്യാപെക്സ് എന്താണെന്ന് അറിയിക്കുക, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഈ റീസെന്റ് ആയിട്ട് ഇലക്ഷൻ ഒക്കെ വന്നപ്പോൾ ഗവൺമെന്റിന് ബിക്കോസ് ഓഫ് അതൊക്കെ കൊണ്ടാണ് വൺ നേഷൻ വൺ ഇലക്ഷൻ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. ക്യാപെക്സ് ഒന്നും നടത്താൻ പറ്റിയില്ല സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്കൊന്നും ബിക്കോസ് ഓഫ് ദ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ഇംപ്ലിമെന്റഡ് ബൈ ദ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഡ്യൂ ടു വേരിയസ് സ്റ്റേറ്റ് ഇലക്ഷൻസ് ആൻഡ് ലോക്സഭ ഇലക്ഷൻ. നൗ this capex recovered because all these elections over. Now only Delhi election is there, that is also in the month of February. അപ്പം capex recover ചെയ്തു, capital expenditure, that will aid the GDP growth of India. അത് അപ്പൊ ഇന്ത്യയുടെ GDP growth വീണ്ടും കൂടാൻ സാധ്യതയുണ്ട്. പിന്നെ ഫിസിക്കൽ ഡെഫിസിറ്റിനെ കുറിച്ച് ഒരു ന്യൂസ് ഉണ്ട്. ഫിസിക്കൽ ഡെഫിസിറ്റ് എന്താണെന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ റവന്യൂ എക്സ്പെൻഡിച്ചർ നമ്മൾ ഡിഫറൻസ് ആണ് ഫിസിക്കൽ ഡെഫിസിറ്റ്. അതൊക്കെ അറിഞ്ഞിരിക്കുക. പിന്നെ ഇവിടെ വേറെ
വേറെ ഒന്നും പറയാം. സ്മോൾ സേവിംഗ് സ്കീമുകളെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. സ്മോൾ സേവിംഗ് സ്കീമുകളെ കുറിച്ച് കഴിഞ്ഞ ഒരു ദിവസം ഞാൻ പറഞ്ഞാണ്. സുകന്യ സമൃദ്ധി അക്കൗണ്ട്, കിസാൻ വികാസ് പത്ര, നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ്, പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട്, ഓൾ ദീസ് തിങ്സ് ആർ സ്മോൾ സേവിങ്സ് സ്കീംസ്. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് അറിഞ്ഞിരിക്കുക. പിന്നെ നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ സൗത്ത് കൊറിയയുടെ പ്രസിഡന്റ് ഇംപീച്ച്മെന്റ് നേരിടുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. യൂൺ സുക് യോൾ അത് കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്. പിന്നെ റഷ്യ യുക്രൈൻ വാർ വഴി ഏതാണ്ട് 4000 സ്ക്വയർ കിലോമീറ്റേഴ്സ് ഓഫ് യുക്രൈൻ ക്യാപ്ചർ ചെയ്തെന്നാണ്. യുക്രൈന്റെ ഏതാണ്ട് 4000 കിലോമീറ്റർ ഇപ്പൊ റഷ്യയുടെ കയ്യിലാണെന്നാണ് ഈ വർഷം മാത്രം ക്യാപ്ചർ ചെയ്തത്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അല്ല വേറെ ഒന്നും പറയാനില്ല. പിന്നെ സ്പോർട്സ് പേജിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. കാരണം ഓരോരോ സ്പോർട്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചാണ്. ഫൈനൽ സന്തോഷ് ട്രോഫി, ഇന്ത്യസ് നാഷണൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഈസ് നോൺ ആസ് സന്തോഷ് ട്രോഫി, ആൻഡ് സന്തോഷ് ട്രോഫി was won by West Bengal after defeating Kerala yesterday, and West Bengal is the team which won maximum number of Santosh trophies. They won 33 times. Santosh Trophy they won 33 times. Santosh Trophy is the national football championship. So the powerhouse in Indian football is West Bengal. അതിൽ ഡൗട്ട് ഇല്ലല്ലോ. 33 തവണ ഒരു സന്തോഷ് ട്രോഫിയുടെ നാഷണൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് നേടിക്കഴിഞ്ഞു. ക്രിക്കറ്റിലാണെങ്കിൽ അത് മഹാരാഷ്ട്രയാണ്, അല്ലെങ്കിൽ മുംബൈ ആണ്. അവർ രഞ്ജി ട്രോഫി ഏതാണ്ട് 40 തവണ വിൻ ചെയ്തിട്ടുണ്ട്. വേറെ വിജയ് ഹസാരെ ട്രോഫി, ഇന്ത്യയിലെ ഒരു ഡൊമസ്റ്റിക് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ആണ്. ഏതെങ്കിലും എക്സാമിനൊക്കെ ചോദിക്കും വിജയ് ഹസാരെ ട്രോഫി ഈസ് റിലേറ്റഡ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്പോർട്സ് എന്ന് ചോദിക്കാം. വിജയ് ഹസാരെ ട്രോഫി ഈസ് റിലേറ്റഡ് ടു ക്രിക്കറ്റ്. പിന്നെന്താണ്, ഇത്രയാണ് നമ്മൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്. ബാക്കി നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.